പുള്ളിപ്പൈസയാണെങ്കിലും അണ്ടകടാഹം കത്തി എന്ന് പറയില്ലേ നമ്മൾ, അങ്ങനത്തെ ഒരു ഇതിപ്പോൾ ഇവിടെ ഒരു മുറിവുണ്ടെന്ന് വെച്ചാൽ അത് പിടിച്ചിട്ട് ആക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം ഒരു വേദന വരില്ലേ, അങ്ങനത്തെ ഒരു വേദന എനിക്ക് ഉണ്ടാവാറുണ്ട്. എനിക്ക് മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ടും ഇൻസേർട്ട് ആക്കിയിട്ടും എനിക്ക് ലീക്കായി. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ടാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 6 months എബോ ആയി ഞാൻ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് അതുള്ളിൽ ട്രാപ്പായി പോയിട്ടുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചെറിയൊരു എക്സ്ക്യൂസ് പറയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ശബ്ദങ്ങൾ കേൾക്കുമായിരിക്കും, കാരണം ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ റോഡ് സൈഡിൽ കൂടെ ഒക്കെ ശബ്ദങ്ങൾ കേൾക്കുമായിരിക്കും. അപ്പോൾ ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് ഇത് ഉള്ളിൽ ട്രാപ്പായി പോകുക, അതായത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രാപ്പായി പോകുമോ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു പേടി ഉണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പേര് ഉപയോഗിക്കാത്തത്. ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കില്ലേ, അതുപോലെ ഇരുന്നിട്ട് നമ്മൾ എന്താ പറയുക, അതിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത സാധനം നമ്മളിങ്ങനെ പുറത്തേക്ക് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൈ ഇടുമ്പോൾ അതിൻ്റെ സ്റ്റാമ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. അതായത് നമുക്ക് തോന്നും അത് മൊത്തമായിട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി, ഇനി അത് കിട്ടില്ല എന്നുള്ളൊരു സംഭവമൊക്കെ ചിലപ്പോൾ നമുക്ക് ആദ്യം ഫീൽ ചെയ്യായിരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അതിൻ്റെ സ്റ്റാമ്പ് കിട്ടും. ആ ഒരു സ്റ്റാമ്പ് കിട്ടുകയാണെങ്കിൽ നമ്മൾ മെല്ലെ വലിച്ചിട്ട് നമ്മുടെ ഈ ഒരു വിരലുണ്ടല്ലോ, വിരല് ആ ഒരു ഇതിൽ അമർത്തിയിട്ട്, അതായത് നമ്മൾ വെക്കുന്ന പോലെ തന്നെ ഒരു കുഴി കുഴിച്ചിട്ട് അതിങ്ങനെ മെല്ലെ പുറത്തേക്ക് എടുക്കുക. ശരിക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ അത് ഒരിക്കലും ഉള്ളിൽ ട്രാപ്പ് ആവില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു പേടി ഉപയോഗിച്ചിട്ട് ആരും മനസ്സിലാക്കുക ഉപയോഗിക്കാതിരിക്കരുത്. അങ്ങനെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യണ ഒരു പരിപാടിയൊന്നും ശരിക്കില്ല കേട്ടോ. അതായത് എൻ്റെ ഒരു പീരിയഡ് സ്റ്റേറ്റ് ഇപ്പോൾ എനിക്ക് 6 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ്. എനിക്ക് മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ടും ഇൻസേർട്ട് ആക്കിയിട്ടും എനിക്ക് ലീക്കായി. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ലീക്കായി. പക്ഷേ ഞാൻ ശരിക്കും നമ്മൾ നോർമലി ഇൻസേർട്ട് ആക്കുന്ന പോലെ തന്നെയാണ് ഞാൻ അത് ഇൻസേർട്ട് ആക്കിയിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞോളൂ. അപ്പോൾ എനിക്കെന്തോ ഒരു നനവ് പോലെ തോന്നിയപ്പോഴാണ് ഞാൻ പിന്നെയും പോയി നോക്കി. അങ്ങനെ അത് ഒരുപാട് ലീക്ക് എന്നല്ല, പക്ഷെ ലീക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലീക്കുള്ള പോലെ തോന്നി. പക്ഷേ ഞാൻ ഓൾറെഡി പാഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക്, അതായത് നമ്മൾ പീരിയഡ്സ് ആവുന്ന സമയത്ത് നല്ല വേദന ഉണ്ടായിരിക്കില്ലേ, ആ ഒരു സമയത്ത് എനിക്ക് മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുള്ളതിൻ്റെ ഒരു ഇരട്ടി വേദന വരും. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താ പറയുക, ഇപ്പോൾ ഇവിടെ ഒരു മുറിവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചിട്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം ഒരു വേദന വരില്ലേ, അങ്ങനത്തെ ഒരു വേദന എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെൻസസ് ആയ അപ്പോൾ അധികം വേദന ഇല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇൻസേർട്ട് ആക്കും. അങ്ങനെയല്ല, നല്ല വേദനയാണെങ്കിൽ ഞാൻ ആദ്യം പാഡ് വെക്കും, എന്നിട്ട് ഞാൻ ഇത് ഇൻസേർട്ട് ആക്കും. കാരണം അല്ലെങ്കിൽ പണി കിട്ടിയാലോ എന്നൊരു സാധനം, കാരണം വേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ എനിക്ക് പ്രാവശ്യം ലീക്കേജ് ഉണ്ടായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് എനിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 months ആയി. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, അതിന് ലീക്കേജ് പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ആക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. ചില സിറ്റുവേഷനിൽ എനിക്കത് ഇൻസേർട്ട് ആക്കാൻ പറ്റാറില്ല. എത്ര ഞാൻ, അതായത് ഒരു അരമണിക്കൂറൊക്കെ ബാത്റൂമിൽ ഇരുന്ന് ഞാൻ ഇതിനു വേണ്ടി കുത്തിരിക്കും. പക്ഷെ ചില സമയത്ത് എനിക്കത് ഇൻസേർട്ട് ആക്കാൻ പറ്റാറില്ല. ചിലപ്പോൾ ഭയങ്കര ഈസി ആയിട്ടും അത് ഇൻസേർട്ട് ആവാറുണ്ട്. എന്താണ് അതിൽ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിങ്ങനെ ഇൻസേർട്ട് ആവാതിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓക്കെ കൂൾ, അതായത് നമ്മൾ ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ചെയ്യണം എന്നാണോ. അപ്പോൾ എനിക്ക് പേടിയായിട്ടൊന്നുമല്ല, പക്ഷെ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ചില സിറ്റുവേഷനിൽ എനിക്കതുപോലെ അത് ഇൻസേർട്ട് ആവാതിരിക്കാറുണ്ട്. അതുപോലെ പെയിൻ, അങ്ങനെ പറഞ്ഞു നല്ല പെയിനുള്ള സമയത്ത് ഇപ്പോൾ ഞാനത് ഇൻസേർട്ട് ആകുമ്പോൾ എനിക്ക് നല്ല പെയിൻ എടുക്കും. എനിക്ക് എന്താ പറയുക, നമ്മളവിടെ വേദനേനെ ഇങ്ങനെ ഇളക്കി കുത്തി മറിക്കുക എന്നൊക്കെ പറയില്ല, എനിക്ക് അമ്മാതിരി പെയിൻ വരാറുണ്ട്. അപ്പം ഞാൻ ചിലപ്പം, അതായത് ഫസ്റ്റ് ഡേ ഒക്കെ ഞാൻ ഇത് വയ്ക്കും, നോർമൽ പാഡ് വെക്കും, വലുത് വെക്കും. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് കുറച്ച് ഒരു ഓവർ ബ്ലീഡിങ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അറിയണം. എല്ലാവർക്കും അങ്ങനെയാണോ എന്നുള്ളത് എനിക്ക്, അതായത് ഒരുപാട് പേരുടെ ഒരു ഇതാണ്, നമുക്ക് ആ സമയത്ത് നല്ല വേദനയല്ലേ, അപ്പം നമ്മൾ ഇതും കൂടി ഇൻസേർട്ട് ആക്കാൻ പറ്റുമോ, നമുക്കൊന്നും കൂടി വേദനിക്കുമോ എന്നൊക്കെ ഉള്ളത്. എനിക്ക് വേദനിക്കാറുണ്ട് കേട്ടോ പൊതുവിലെ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണോ എന്നുള്ളത് എനിക്ക് അറിയണം. അപ്പോൾ ഇതൊക്കെ പൊതുവെ എല്ലാവർക്കും ഉള്ള കുറച്ച് സംശയങ്ങളാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, എനിക്ക് പ്രാവശ്യം നല്ലൊരു ഗമല പണി കിട്ടി. ഞാൻ മറ്റേ ചമ്മന്തി ഉണ്ടല്ലോ, നല്ല ചുട്ടരച്ച ചമ്മന്തിക്ക് ഇങ്ങനെ കൂട്ടി ചോറൊക്കെ ഉണ്ടിട്ട് അത് രാത്രി, അപ്പം ഞാൻ രാത്രി ഒന്നും കൂടി അതെടുത്തിട്ട് അത് മീൻസ് അത് ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടി ഇൻസേർട്ട് ആക്കണം, അങ്ങനത്തെ രീതിക്കാണ് കേട്ടോ.
പക്ഷെ ഞാൻ കൈ നോർമലി കഴുകിയിട്ടുണ്ടായിരുന്നു, പക്ഷേ സോപ്പ് ഇട്ടിട്ടൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് പുറത്തേക്ക് എടുത്തിട്ട് ഇൻസേർട്ട് ആക്കുമ്പോൾ പൊള്ളിപ്പോയി ചെയ്യുന്നെങ്കിൽ അണ്ടകടാം കത്തി എന്ന് പറയില്ലേ നമ്മൾ, അങ്ങനത്തെ ഒരു എരിച്ചിൽ എടുത്തു. അപ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നമ്മൾ അത് ഇൻസേർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അത് ഊരുമ്പോഴാണെങ്കിലും നമ്മുടെ കൈ അത്രയും സോപ്പിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെക്കണം, അല്ലെങ്കിൽ നല്ല എരിച്ചിലെടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ വെളിച്ചെണ്ണയും കാര്യങ്ങളും ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ടും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ അതായത് നമ്മുടെ മെൻസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് എന്താ പറയുക പുഴുങ്ങിയെടുക്കുക, അങ്ങനെ തന്നെ പറയാം. നല്ലോണം സ്റ്റീമൊക്കെ ചെയ്ത് അത് ക്ലീൻ ആക്കി എടുക്കണം. അതുപോലെ നമ്മൾ മെൻസസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസേർട്ട് ആക്കുന്നതിന് മുന്നേ നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതായത് ഇതൊട്ടും ക്ലീൻ ചെയ്യാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വല്ല ഇൻഫെക്ഷൻസോ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ എത്ര കാലം ഇത് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 5 to 10 ഇയർ എന്നൊക്കെയാണ് നമ്മൾ പൊതുവേ പറയുന്നത്. നമുക്ക് ഏകദേശം ഒരു 5 കൊല്ലം, മാക്സിമം ഒരു 5 കൊല്ലൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യാം. ഒരു 10 വർഷത്തേക്കൊന്നും നമ്മളത് ഉപയോഗിക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 5 കൊല്ലം, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് വേറെ യൂസ് ചെയ്യാം. പിന്നെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഒരു സൈസാണ്. ഇപ്പോൾ എനിക്ക് മീഡിയമാണ് വേണ്ടത്. ഇപ്പം ഞാൻ സ്മോൾ ആണ് ഉപയോഗിക്കുകയെങ്കിൽ എനിക്ക് ലീക്കേജ് വരും. കാരണം എനിക്ക് മീഡിയം അതിനേക്കാളും വലുതാണ് വേണ്ടത്, പക്ഷേ ഞാൻ സ്മോൾ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, ലീക്കേജ് ഉണ്ടാവും. അപ്പോൾ അതായത് നമ്മുടെ സൈസ് എങ്ങനെയാണോ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സൈസ് തിരഞ്ഞെടുക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാനിവിടെ ഐക്കാട്ടിൽ എവിടെയെങ്കിലും ഞാൻ കൊടുക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തൊക്കെ വെക്കാം. അതൊരു ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, പാഡാണോ അതോ നമ്മുടെ മെൻസ്ട്രൽ കപ്പാണോ ഏറ്റവും ബെറ്റർ എന്നുള്ളത്. എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ബെറ്റർ ആണ്. അതായത് നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വെള്ളത്തിലിറങ്ങാം. പിന്നെ കുറച്ചുകൂടി സേഫാണ്. നമുക്ക് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ ഭയങ്കര സേഫാണ്. അതുപോലെ റാഷസ് ഉണ്ടായിരിക്കില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇൻസേർട്ട് ആക്കാനും അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് പാടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മൾ കയ്യും അതൊക്കെ ഭയങ്കരമായിട്ട് കഴുകി അങ്ങനെയൊക്കെ വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട്. ഏറ്റവും ബെറ്റർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചോയ്സാണ്. പക്ഷേ മറ്റുള്ളവർക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആൾ പാഡിക്ക് തിരിച്ചു പോകുമോ എന്നുള്ളതും സംശയമാണ്. ഇപ്പോൾ ഞാൻ രണ്ടും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് രണ്ടിനും ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റാറില്ല. പക്ഷേ കുറച്ചുകൂടി ഗുണകരമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഇഷ്ടമുള്ളത് ഓഫ് കോഴ്സ് ഇത് തന്നെയാണ്, നമ്മുടെ മെൻസ്ട്രൽ കപ്പ് തന്നെയാണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ചോയ്സ് ഉള്ളത് അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടും കാര്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അതായത് വേറൊരാൾ പറഞ്ഞു കേട്ടിട്ട് അത് ഓടിപ്പോയി ചാടി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് എനിക്കതൊന്ന് ഉപയോഗിച്ച് നോക്കി നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഗോ ഫോർ ഇറ്റ്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ പാഡ് തന്നെ ചെയ്തോളൂ, അല്ല മീൻസ് പാഡന്നെ ഉപയോഗിച്ചോളൂ. അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ മെൻസ്ട്രൽ കപ്പ് വെക്കാൻ പേടിയാണെങ്കിൽ, നിങ്ങളത് ഓക്കെ അല്ല എന്നാണെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരാൾ പറഞ്ഞിട്ട് നിങ്ങളത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളത് വാങ്ങിക്കുക, ഉപയോഗിക്കുക, അത്ര. അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതുവിൽ പറയാനുള്ളത്. എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. എൻ്റെ ചക്കുണ്ട്, എൻ്റെ പാപ്പൻ്റെ മുകളിൽ. അപ്പോൾ അവളൊരു ഫ്രണ്ട് ഉണ്ട്, ചാൾസ്. അപ്പോൾ അവൻ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലൊരു പേജിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവനവൻ്റെ അനിയത്തികൾക്ക് അത് കാണിച്ചു കൊടുത്തു. കാരണം ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു വോയിസ് ക്ലിപ്പ് അവൾ എനിക്ക് അയച്ചു നോക്കി. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഇപ്പോഴും എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്നതുണ്ട്, പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ അങ്ങനെ ഇങ്ങനെ. പിന്നെ ഭയങ്കര വൾഗറായിട്ടുള്ളതും
വരാറുണ്ട്. അപ്പോൾ അതിനിടയിൽ ഈ ഒരു കുട്ടി കാണുകയും അത് അവൻ്റെ അനിയത്തിയൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ആ ഒരു മാറ്റത്തിന് എനിക്ക് ഭയങ്കരമായിട്ട് അവനിൽ എനിക്ക് പ്രൗഡ് തോന്നി. എനിക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നി. എനിക്ക് അവനിലിട്ട് എന്നിലല്ല അവനിൽ എനിക്കൊരു അഭിമാനം തോന്നി. അപ്പോൾ കാരണം ഇത് നമ്മളെല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഒരിക്കലും അറിയാത്ത മാത്രം വൾഗറായിട്ടുള്ള അല്ലെങ്കിൽ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരിക്കലും അതൊരു മോശപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെയും ടിറ്റ ബൈ, സീ യു.